നമസ്കാരം. ഭൂമിയിലെ ശുദ്ധജലത്തിലെ അളവ് കുറയുന്നതായി അറിയിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. നാസ ജർമ്മൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിരീക്ഷകരുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞരുടെ ഈ വെളിപ്പെടുത്തൽ. 2014 മെയ് മുതൽ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞുവെന്നും അന്നു മുതൽ ഇപ്പോഴും താഴ്ന്ന നിലയിലാണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ വരണ്ട ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്നതിന് തെളിവാണ് ഈ മാറ്റമെന്നും ഇവർ പറയുന്നുണ്ട്. 2015 മുതൽ നമ്മുടെ ഗ്രഹത്തിന് 290 ക്യൂബിക് മൈൽ ശുദ്ധജലം നഷ്ടമായിട്ടുണ്ട്. സാധാരണഗതിയിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ അവസാനിച്ചതിന് ശേഷം ശുദ്ധജലം വീണ്ടെടുക്കാറുണ്ട്. എന്നാൽ 2023 വരെയുള്ള സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് ശുദ്ധജലനിരപ്പ് ഇനിയും വീണ്ടെടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇനി ഒരിക്കലും ഇത് വീണ്ടെടുക്കാനാകില്ലെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നാസയുടെയും ജർമ്മനിയുടെയും സംയുക്ത പദ്ധതിയായ ഗ്രേസ് അഥവാ ദ ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെന്റ് നിരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും തീവ്രമായ 30 വരൾച്ചകളിൽ 13 എണ്ണവും 2015 ജനുവരി മുതലാണ് ഉണ്ടായതെന്നാണ് ഗവേഷകരുടെ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലുണ്ടാകുന്ന ശുദ്ധജലത്തിന്റെ കുറവിനു പിന്നിൽ ആഗോളതാപനമാകാമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വടക്കൻ മധ്യ ബ്രസീലിലെ വരൾച്ചയോടെ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ്. സമാന സംഭവങ്ങൾ ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടതായി പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചനയാകാം ഇതെന്നാണ് നാസയുടെ ഗൊദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ജലശാസ്ത്രജ്ഞനായ മാത്യു റോഡൽ പറയുന്നത്. വാട്ടർ കമ്മീഷൻ .org നടത്തിയ മറ്റൊരു പഠനത്തിൽ വിനാശകരമായ ഭൂവിനിയോഗവും ജലസ്രോതസ്സുകളുടെ ദുരുപയോഗവും 300 കോടി ജനങ്ങൾ ശുദ്ധജലത്തിനായി ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആഗോളതാപനം കൂടുതൽ ജലബാഷ്പീകരണത്തിന് കാരണമാവുകയും തീവ്രമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് നാസ ഗൊഡാർഡ് കാലാവസ്ഥാ നിരീക്ഷകൻ മൈക്കൽ ബോസ്ലോവിച്ച് പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളുടെ വേഗതയും തീവ്രതയും വർദ്ധിക്കുന്നതായി മറ്റൊരു പഠനത്തിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസിന്റെ കാറ്റ് നിരീക്ഷിക്കുകയും വേഗത കണക്കാക്കി തരം തിരിക്കുകയും ചെയ്യുന്ന സഫീർ സിംസൺ ഹരിക്കെയിൻ സ്കെയിലിന്റെ മാറ്റങ്ങൾ പരിശോധിച്ചാണ് ഗവേഷകർ ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത്. നവംബർ 20 എൻവയോൺമെന്റ് റിസർച്ചിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. 2019 മുതൽ 2023 വരെ ഉണ്ടായ 38 ചുഴലിക്കാറ്റുകളിൽ 30 എണ്ണം കാലാവസ്ഥാ വ്യതിയാനം കാരണം തീവ്രവിഭാഗത്തിൽ എത്തിയെന്നാണ് നിരീക്ഷണം. 2024 കാലാവസ്ഥാ വ്യതിയാനം ഓരോ ചുഴലിക്കാറ്റിന്റെയും പരമാവധി തീവ്രത മണിക്കൂറിൽ 14 മുതൽ 43 കിലോമീറ്റർ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹെലൻ, മിൽട്ടൺ എന്നീ ചുഴലിക്കാറ്റുകളുടെ ഉയർന്ന വേഗത യഥാക്രമം ഏകദേശം 25 കിലോമീറ്ററും 40 കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ കാറ്റഗറി 4 ഈ കാറ്റുകൾ 5 മാറിയിട്ടുണ്ട്. നവംബറിൽ ക്യൂബയിൽ വീശിയടിച്ച റാഫേൽ ചുഴലിക്കാറ്റ് 45 കിലോമീറ്റർ വേഗത വർദ്ധിച്ച് കാറ്റഗറി 1 നിന്ന് കാറ്റഗറി 3 മാറിയെന്നും ഇവർ പറയുന്നുണ്ട്.